Hello everyone. In this lecture we are going to discuss a problem of agglomerative clustering. In the previous video we have discussed about hierarchical clustering and we know that agglomerative clustering is a kind of hierarchical clustering. So let's discuss the algorithm and one example of agglomerative clustering. So question is, given the data set A, B, C, D, E and the following distance matrix, construct a dendrogram by complete linkage hierarchical clustering using the agglomerative method. ഇവിടെ ഒരു ഡേറ്റാ സെറ്റ് തന്നിട്ടുണ്ട്. ഈ ഡേറ്റാ സെറ്റിന്റെ ഓരോ എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഡിസ്റ്റൻസ് മെട്രിക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. The question is, construct a dendrogram by complete linkage hierarchical clustering using the agglomerative method. അതായത് നമുക്കൊരു ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം and we know that dendrogram is the output of hierarchical clustering and we have to use the complete linkage method to find the distance between the two clusters. Also we have to apply agglomerative method. That means we have to start from the leaf node of dendrogram and we have to construct it to the root node. Okay, so the first step of agglomerative clustering is step 1, assigning each data item to its own cluster so that we have n clusters each containing just one item. അതായത് ഞാൻ പറഞ്ഞു agglomerative clustering എന്ന് പറയുന്ന ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ലീഫ് നോഡ്. അതായത് നമുക്കിവിടെ 5 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, സോ ഈ ഓരോ എലമെന്റും ഓരോ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ വി സ്റ്റാർട്ട് ഫ്രം ദ 5 ക്ലസ്റ്റേഴ്സ്. നമ്മുടെ ഡേറ്റാ സെറ്റ് അതേപോലെ ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. സോ ഡേറ്റാ സെറ്റ് ഇസ് സെറ്റ് എ ബി സി ഡി ഇ. ഓക്കെ, ഇനി ചെയ്യേണ്ടുന്നത് അസൈനിങ് ഈച്ച് ഡേറ്റ ഐറ്റം ടു ഇറ്റ്സ് ഓൺ ക്ലസ്റ്റർ. സോ ഇനിഷ്യൽ ക്ലസ്റ്റർ സെറ്റ് C1 എന്ന് പറയുന്നത് ഓരോ എലമെന്റിനെ ഓരോ ക്ലസ്റ്റർ ആയിട്ട് എഴുതുവാണ്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി and set E. Okay, 5 clusters ആണ് ഇനിഷ്യലി ഉള്ളത്. ഇനി ചെയ്യേണ്ടുന്നത് ഈ ഓരോ ക്ലസ്റ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഓൾറെഡി വി ഹാവ് ദ ഡിസ്റ്റൻസ് മെട്രിക്സ്. അപ്പോൾ ഈ ഓരോ ക്ലസ്റ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡേറ്റ ഐറ്റം ഇറ്റ് സെൽഫ്. സോ ടേബിൾ വിച്ച് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വേരിയസ് ക്ലസ്റ്റേഴ്സ് ഇൻ C1. ഓക്കെ, C1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോം ചെയ്ത ക്ലസ്റ്റർ സെറ്റ് ആണ്. ആ ക്ലസ്റ്റർ സെറ്റിലെ ഓരോ ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെട്രിക്സ് ആണ് ഇനി കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ക്ലസ്റ്റേഴ്സ്? സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി ആൻഡ് സെറ്റ് ഇ. ഇവിടെ അതേപോലെ എഴുതാം. സോ നൗ വി ഹാവ് ടു ഫിൽ ദിസ്. ഇവിടെ distance between the cluster A and cluster A is 0. Okay, also distance between B and B is 0. So diagonal elements എല്ലാം 0 നമുക്ക് റൈറ്റ് ചെയ്യാം. പിന്നെ distance between the cluster B and cluster A എന്ന് പറയുന്നത് is same as the distance between the data item B and A. So we can write the same table here. 9, 3, 7, 2, 8. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മെട്രിക്സ് ഞാൻ അതേപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തതാണ്. C1 സെറ്റിലുള്ള ഓരോ ക്ലസ്റ്റേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെട്രിക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെപ്പ് 2, ഫൈൻഡ് ദ ക്ലോസസ്റ്റ് പെയർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആൻഡ് മെർജ് ദം ഇൻ ടു എ സിംഗിൾ ക്ലസ്റ്റർ സോ ദാറ്റ് നൗ വി ഹാവ് വൺ ലെസ് ക്ലസ്റ്റർ. അതായത് find the closest pair of clusters. ഓക്കെ, ഇപ്പൊ നമുക്ക് 5 ക്ലസ്റ്റേഴ്സ് ആണുള്ളത്. ഇതിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടിരിക്കുന്ന 2 ക്ലസ്റ്ററിനെ നമ്മൾ ചൂസ് ചെയ്യണം. എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? വി ഹാവ് ദ ഡിസ്റ്റൻസ് മെട്രിക്സ്. ഈ ഡിസ്റ്റൻസ് മെട്രിക്സിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഏതൊക്കെ ക്ലസ്റ്റേഴ്സ് തമ്മിലാണ് എന്ന് നോക്കുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി 2 ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്. സോ 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഏതൊക്കെ ക്ലസ്റ്റേഴ്സ് തമ്മിലാണ്? ബിറ്റ്വീൻ cluster E and cluster C. So
ക്ലസ്റ്റർ ഇയും ക്ലസ്റ്റർ സിയും നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? മെർജ് ദം ഇൻടു എ സിംഗിൾ ക്ലസ്റ്റർ. അതിനെ രണ്ടിനെ മെർജ് ചെയ്ത് സിംഗിൾ ക്ലസ്റ്റർ ആക്കണം. സോ ദാറ്റ് നൗ വി ഹാവ് 1 ലെസ് ക്ലസ്റ്റർ. സോ ഇനിഷ്യലി വി ഹാഡ് 5 ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ ആ 5 ക്ലസ്റ്ററിൽ 2 എണ്ണത്തിനെ നമ്മൾ മെർജ് ചെയ്ത് സിംഗിൾ ക്ലസ്റ്റർ ആക്കി. സോ 1 ലെസ് നമ്പർ ഓഫ് ക്ലസ്റ്റർ ആണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ മിനിമം ഡിസ്റ്റൻസ് ഈസ് ബിറ്റ്വീൻ ഏതൊക്കെ ക്ലസ്റ്റർ തമ്മിലാണ്? ക്ലസ്റ്റർ സി ആൻഡ് ക്ലസ്റ്റർ ഇ. സോ എത്രയാണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സി ആൻഡ് ക്ലസ്റ്റർ ഇ എത്രയാണ്? 2 ആണ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു കമ്പൈൻ ഓർ മെർജ് ദീസ് 2 clusters and so new set of clusters C2. അപ്പോൾ നമുക്ക് നേരത്തെ ഇനിഷ്യലി 5 ക്ലസ്റ്റേഴ്സ് ആയിരുന്നു, അതിൽ 2 എണ്ണത്തിനെ മെർജ് ചെയ്ത് now we have new set of clusters C2. അത് ഏതൊക്കെയാണ്? ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ ഡി ആൻഡ് സിയും ഇയും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ക്ലസ്റ്ററായി ക്ലസ്റ്റർ സി, ഇ. ഓക്കെ, ഇവിടെ ക്ലസ്റ്റർ സി, ഇ ഇത് നമുക്ക് ന്യൂ ക്ലസ്റ്റർ ആണ്, ബാക്കിയെല്ലാം ഓൾഡ് ക്ലസ്റ്റർ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെപ്പ് 3. കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂ ക്ലസ്റ്റർ ആൻഡ് ഈച്ച് ഓഫ് ദി ഓൾഡ് ക്ലസ്റ്റർ. അതായത് we have to find the distance between this new cluster and the old clusters. അതായത് we have to find the distance d of new cluster ഏതാണ്? സെറ്റ് സി, ഇ ആൻഡ് ഓൾഡ് ക്ലസ്റ്റർ ഏതൊക്കെയാണ്? സെറ്റ് എ, അതേപോലെ സെറ്റ് ബി, സെറ്റ് സി, അങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂ ക്ലസ്റ്റർ സി, ഇ ആൻഡ് ഓൾഡ് ക്ലസ്റ്റർ എ. എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ലിങ്കേജ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്ലസ്റ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അതായത് ഇവിടെ മാക്സിമം ഓഫ്, സോ ഈ ക്ലസ്റ്ററിൽ ഏതൊക്കെയാണ് എലമെന്റ്സ്? സിയും ഇയും, ഈ ക്ലസ്റ്ററിൽ എയും. So we have to take the distance between the C and A, that is maximum of distance between C and A, C, A and distance between E and A. അതായത് കംപ്ലീറ്റ് ലിങ്കേജ് ക്ലസ്റ്ററിംഗ് മെത്തേഡ് അനുസരിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഈ ക്ലസ്റ്ററിലെ ഓരോ എലമെന്റ്സിനും ഈ ക്ലസ്റ്ററിലെ ഓരോ എലമെന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ് ഓഫ് സി, എ, ദാറ്റ് ഇസ് സിക്കും എക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ദെൻ ഡിസ്റ്റൻസ് ഓഫ് ഇ, എ, അതായത് ഇക്കും എക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസ് എല്ലാം കൂടെ എഴുതിയിട്ട് ഇതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അതാണ് കംപ്ലീറ്റ് ലിങ്കേജ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് എ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് എ 3 ആണ്. സോ മാക്സിമം ഓഫ് 3, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ 11. സോ ഇതിലെ മാക്സിമം എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ this new cluster and this cluster is 11 as per complete linkage method. Now we have to find the distance between C, E. ഇതാണ് നമ്മുടെ ന്യൂ ക്ലസ്റ്റർ. ഇതിന് ന്യൂ ക്ലസ്റ്ററിന് ഓൾഡ് ക്ലസ്റ്റർ അടുത്ത ഏതാണുള്ളത്? ക്ലസ്റ്റർ ബിക്കും ക്ലസ്റ്റർ സി, ഇക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സി, ക്ലസ്റ്റർ ബി is equal to maximum of distance between C and B, C, B, distance between E and B, E, B. Okay, അപ്പോൾ ഇതിന്റെ മാക്സിമം എടുക്കാം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ബി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ബി 7 ആണ്. സോ മാക്സിമം ഓഫ് 7, distance between E and B, distance between E and B 10 ആണ്. 10. So which is equal to maximum 10 ആണ്.
അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ CE ആൻഡ് ക്ലസ്റ്റർ D. Distance between cluster CE and cluster D is equal to maximum of distance between C and D, C comma D, and distance between E and D, which is equal to distance between C and D. C and D 9 ആണ്. So maximum of 9 comma distance between E and D. Distance between E and D 8. So ഇവിടെ maximum എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ക്ലസ്റ്റർ CEക്ക് ബാക്കിയുള്ള പഴയ ക്ലസ്റ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ഇപ്പോൾ കിട്ടിയ set of clusters in the distance table. So we have to fill this. ഇവിടെ clusters എന്ന് പറയുന്നത് cluster A, cluster B, cluster D and നമ്മുടെ new cluster, that is cluster C, E. Okay. So in order to fill this we have to refer previous distance table of C1. So distance between cluster A and cluster A 0 ആണ്. So diagonal elements 0 fill cheya. Now distance between cluster B and A. For that just refer distance table of cluster set C1. So distance between cluster B and A is 9. So 9. Then between D and A is 6. And distance between D and B is 5. So likewise we can fill this. Now we have new cluster. Distance between new cluster CE and cluster A. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. That is 11. So we have to fill 11 here. And distance between cluster CE and cluster B 10. Then cluster CE and cluster D is 9. അപ്പോൾ അതേപോലെ ഇവിടെ ഫിൽ ചെയ്യുക. സോ പുതിയ ഡിസ്റ്റൻസ് ടേബിൾ ഓഫ് ക്ലസ്റ്റർ സെറ്റ് C2 കിട്ടിയിട്ടുണ്ട്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് 4. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 and 3 until all items are clustered into a single cluster of size n. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്ത രണ്ട് സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3ഉം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എവിടെ വരെ റിപ്പീറ്റ് ചെയ്യണം? അണ്ടിൽ ഓൾ ഐറ്റംസ് ആർ ക്ലസ്റ്റേഡ് ഇൻ ടു എ സിംഗിൾ ക്ലസ്റ്റർ ഓഫ് സൈസ് n. അതായത് നമ്മൾ അഗ്ലോമറേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. അഗ്ലോമറേറ്റീവ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൂട്ട് നോഡിലോട്ട് എത്തുവാണ്. സോ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എല്ലാ ഡേറ്റ ഐറ്റംസും കൂടെ ചേർന്നിട്ടുള്ള ഒറ്റ ക്ലസ്റ്റർ, അതാണ് റൂട്ട് നോഡ്. സോ ആ ക്ലസ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേറ്റ എലമെന്റ് ആയിരിക്കും, ദാറ്റ് ഈസ് n. സോ വി ഹാവ് ടു റിപ്പീറ്റ് സ്റ്റെപ്പ് 2 and 3 until we reach the root node. ഓക്കെ. സോ വീണ്ടും സ്റ്റെപ്പ് 2 തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് സ്റ്റെപ്പ് 2? ഫൈൻഡ് ദ ക്ലോസസ്റ്റ് പെയർ ഓഫ് ക്ലസ്റ്റർ ആൻഡ് മെർജ് ദം ഇൻടു എ സിംഗിൾ വൺ. ഇവിടെ ക്ലോസസ്റ്റ് പെയർ ഓഫ് ക്ലസ്റ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിൽ മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാന്ന് നോക്കാം. ഇവിടെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റേഴ്സ് D and B. So we can write minimum distance is between cluster D and cluster B. So cluster Bയും cluster Dയും കമ്പൈൻ ചെയ്ത് നമുക്ക് ന്യൂ ക്ലസ്റ്റർ കിട്ടും. സോ ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് C3 ഏതൊക്കെയാണ്? സെറ്റ് എ, സെറ്റ് ബിയും ഡിയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒറ്റ ക്ലസ്റ്ററായി, അതായത് സെറ്റ് ബി കോമ ഡി, പിന്നെ ഏതാണ്? സെറ്റ് സി കോമ ഇ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സ്റ്റെപ്പ് 2 ആണ്.
Ini we have to do step 3. Step 3 il endha parayunne compute the distance between the new cluster. Ipo namukku kitti new cluster edana? Idana new cluster. Ee new clusterum old cluster edakkana old cluster idum idum. Ee old cluster ആയിട്ടുള്ള distance കണ്ടുപിടിക്കണം. അതാണ് step 3. So distance between new cluster, that is B comma D comma old cluster ഏതാ cluster A is equal to complete linkage method ആണ്. So we use maximum of distance between ഏതൊക്കെയാണ് ഓരോ എലമെന്റും നോക്കണം. distance between B and A, B comma A comma distance between D and A, D and A. Okay, so നമ്മുടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് മെട്രിക്സിൽ നിന്ന് നമുക്ക് ഈ വാല്യൂസ് കിട്ടും. We get the maximum distance as 9. Okay, next is ഈ ന്യൂ ക്ലസ്റ്ററിന് ഓൾഡ് ക്ലസ്റ്റർ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ our new cluster B comma D and the old cluster C comma E is equal to maximum of distance between B and C, then distance between B and E, then distance between D and C, and distance between D and E. Okay, so which is equal to distance matrix നോക്കി കഴിഞ്ഞാൽ we get the values 7, 10, 9, 8 maximum ആണ്. Okay, so ഇതിന്റെ maximum എത്ര വരും? 10 ആണ് maximum value. അപ്പോൾ പുതിയ ക്ലസ്റ്ററും ഓൾഡ് ക്ലസ്റ്ററും ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് മെട്രിക്സ് ഫോം ചെയ്യണം. സോ ഡിസ്റ്റൻസ് ടേബിൾ ഓഫ് ഏത് സെറ്റിന്റെ ഡിസ്റ്റൻസ് ടേബിളാ? ഈ ക്ലസ്റ്റർ സെറ്റിന്റെ C3. ഏതൊക്കെയാണ് ക്ലസ്റ്റേഴ്സ്? ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി കൊമ ഡി, ക്ലസ്റ്റർ സി കൊമ ഇ. ഡയഗണൽ എലമെന്റ്സ് 0 ഫിൽ ചെയ്യുന്നു. നൗ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റർ ബി ഡി ആൻഡ് ക്ലസ്റ്റർ എ. So we have the value 9, and distance between cluster C, E and cluster A, just refer the previous distance table. Distance between cluster C, E and cluster A is 11. So we have 11. Distance between A and B, D എന്ന് പറയുന്നത് we have 9, and now between A and C, E we have 11. Now distance between cluster B, D and cluster C, E. So എത്രയാണ്? We have the value 10. So 10 here. Here also I can write 10. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിസ്റ്റൻസ് മാട്രിക്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഐറ്ററേഷനും കൂടെ കഴിഞ്ഞു. നമ്മൾ റൂട്ട് നോഡിൽ എത്തിയോ? ഇല്ല. Still we have 3 clusters. We have to reach a single cluster. Now വീണ്ടും സ്റ്റെപ്പ് 2 and 3 റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് അഗെയിൻ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള 2 ക്ലസ്റ്റേഴ്സിനെ എടുക്കണം. എങ്ങനെയാണ്? വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്? 9 ആണ് മിനിമം ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ക്ലസ്റ്റർ എയും ക്ലസ്റ്റർ ബി കോമ ഡിയും. സോ മിനിമം ഡിസ്റ്റൻസ് ഈസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ എ ആൻഡ് cluster B comma D. So what is the distance? Distance between A and B comma D is 9. So we are going to combine these 2 clusters and new set of clusters C4. Cluster A, B, D. അതായത് ഈ 2 ക്ലസ്റ്റർ കമ്പൈൻ ചെയ്തു. പിന്നെ ഏതാണ് ഇനി ഉള്ളത്? ക്ലസ്റ്റർ C comma E. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ന്യൂ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ്. ഇനി ഇതിൽ ഏതാണ് ന്യൂ ക്ലസ്റ്റർ? ഇതാണ് ന്യൂ ക്ലസ്റ്റർ ആൻഡ് ഓൾഡ് ക്ലസ്റ്റർ ഇതും. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ക്ലസ്റ്റേഴ്സ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ എ, ബി, ഡി ആൻഡ് ക്ലസ്റ്റർ സി, ഇ is equal to maximum of distance between A and C, comma distance between A, E, comma distance between B, C, comma distance between B, E, comma distance between D, C, and distance between D and E. So we have the values from the initial distance matrix
that is maximum of 3, 11, 7, 10, this is 9, and finally this is 8. Maximum is 11. Okay, now we are going to create the distance matrix. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2 എലമെന്റേ ഉള്ളൂ ആൻഡ് വി ഹാവ് ഓൺലി ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ക്ലസ്റ്ററും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ബി ഡി സി ഇ. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്, അതായത് റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നമ്മുടെ ഔട്ട്പുട്ട് ഇനി എങ്ങനെയാണ് ഡെൻഡ്രോഗ്രാം വരയ്ക്കുന്നത്? ഇവിടെ ഈ ആക്സിസിൽ ഡേറ്റ എലമെന്റ്സിനെ മാർക്ക് ചെയ്യാം. ഡേറ്റ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതേ ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്യണം. നമ്മുടെ ഫൈനൽ ക്ലസ്റ്റർ എങ്ങനെയാണോ അതേ ഓർഡറിൽ, ദാറ്റ് ഈസ് എ ബി ഡി സി ഇ, അതേ ഓർഡറിലാണ് മാർക്ക് ചെയ്യുന്നത്. എ ബി ഡി സി ഇ. ഓക്കെ ഓക്കെ, സോ എങ്ങനെയാണ് ഡെൻഡ്രോഗ്രാം വരയ്ക്കുന്നത്? ഇവിടെ നമുക്ക് ആദ്യം ഫോം ചെയ്ത ക്ലസ്റ്റർ ഏതാണ്? സിയും ഇയുമാണ് ആദ്യം കമ്പൈൻ ചെയ്തത്. സിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ടി. സിയും ഇയും ആണ് ഇനിഷ്യലി നമ്മൾ കമ്പൈൻ ചെയ്തത്. സിയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇവിടെ 2 ഹൈറ്റിലാണ് നമ്മൾ സിയും ഇയും കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പൈൻ ചെയ്ത ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ബിയും ഡിയും. ഏത് ഡിസ്റ്റൻസിലാണ് ഇരുന്നത്? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലസ്റ്റർ ഡി ആൻഡ് ബി എത്രയാണ്? 5 ആണ്. ഓക്കെ, സോ ബിയും ഡിയും 5 എന്ന് പറയുന്ന ഹൈറ്റിൽ കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കമ്പൈൻ ചെയ്ത ഏതൊക്കെ ക്ലസ്റ്റേഴ്സ് ആയിരുന്നു? ക്ലസ്റ്റർ എയും ക്ലസ്റ്റർ ബി ഡിയും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 ആണ്. സോ ഹൈറ്റ് 9ൽ വേണം അത് കമ്പൈൻ ചെയ്യാൻ. ഓക്കെ, ദെൻ പിന്നെ കമ്പൈൻ ചെയ്തത് ഏതൊക്കെയായിരുന്നു? ക്ലസ്റ്റർ എ ബി ഡിയും ക്ലസ്റ്റർ സിയും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അത് ഡിസ്റ്റൻസ് എത്രയാണ്? 11 ആണ്. അപ്പം എത്രല്ല? 11ൽ ഏതൊക്കെയാണ് കമ്പൈൻ ചെയ്യേണ്ടുന്നത്? ക്ലസ്റ്റർ എ ബി ഡി, അത് ഇവിടെയാണ്. അതേപോലെ ക്ലസ്റ്റർ സി ഇ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെൻഡ്രോഗ്രാം. അഗ്ലോമെറേറ്റീവ് ക്ലസ്റ്ററിംഗ് പ്രോബ്ലം ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അതേപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, അതായത് നമ്മൾ സ്റ്റെപ്പ് 3ൽ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്ലസ്റ്റേഴ്സ്. ഓക്കെ, അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ലിങ്കേജ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. അതല്ല, ഇനി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിംഗ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് മിനിമം ഫംഗ്ഷൻ. ഇവിടെ മാക്സിമത്തിന് പകരം മിനിമം ആണ് എടുക്കേണ്ടത് സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിംഗ് ആണെങ്കിൽ. ഇനി അതല്ല, ആവറേജ് ലിങ്കേജ് ക്ലസ്റ്ററിംഗ് എന്നാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ഇവിടെ ആവറേജ് ഫംഗ്ഷൻ ആണ്, ആവറേജ് വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.